വേൾഡ് കപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് തടയുമെന്ന വാർത്തയ്ക്കെതിരെ ഫുട്ബോൾ ആരാധകരുടെ പ്രതിഷേധം കോൺഗ്രസ് എം പി ജെബി മേത്തറുടെ സഹോദരൻ ഷാഫി മേത്തറിന്റെ സ്ഥാപനത്തിന് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണിതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആരോപിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ യൂണിറ്റുകളിലും ലോകകപ്പ് മത്സരങ്ങളുടെ പൊതു പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാനാണ് എസ്എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം. വിവരങ്ങളുമായി മുബാറക്ക് ചേരുന്നുണ്ട്. മുബാറക്ക്, ഈ വിവാദങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതുപോലെ തന്നെ ഇത് ഈ ഫുട്ബോൾ പ്രേമികളുടെ ആവേശത്തെ എത്രത്തോളം ഇത് ബാധിക്കും? ഇതുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ തീരുമാനം. സോന, തീർച്ചയായിട്ടും അതായത് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ കായിക പ്രേമികൾക്ക് വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. അത്തരത്തിലാണ് ഈ ലോകകപ്പ് ജനങ്ങൾ, അതായത് ഫുട്ബോൾ ആരാധകർ വരവേറ്റതും. അങ്ങനെ തുടങ്ങി അതിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഫുട്ബോൾ ആരാധകരെ ആകമാനം നിരാശരാക്കിക്കൊണ്ട് ഇതിന്റെ ഈ പൊതു സംരക്ഷണാവകാശം, അതായത് ഈ പൊതുപ്രദർശനം അവകാശം നേടിയിട്ടുള്ള ഈ കോൺഗ്രസ് എം പി കൂടിയായിട്ടുള്ള ജെബി മേത്തറുടെ സഹോദരൻ ഷാഫി മേത്തറിന്റെ ഉടമസ്ഥതയിലുള്ള ഈഗിൾ FC എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത്. അതായത് അവർ അതിൽ പറയുന്നത് ഈ പൊതുപ്രദർശനങ്ങൾക്ക് 25,000, അതായത് അതിൻ്റെ കാണുന്ന ആളുകളുടെ എണ്ണം അതിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പം അനുസരിച്ച് 25,000 മുതൽ 1,00,000 രൂപ വരെയുള്ള ലൈസൻസ് ഫീ എടുക്കുകയും അതിനുശേഷം മാത്രമേ പൊതുപ്രദർശനങ്ങൾ അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ വരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പൊതുപ്രദർശനങ്ങൾ ഉള്ളത് തടയുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ആരാധകർ ആദ്യം തന്നെ രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതുപോലെ SFIയും അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആരാധകരോടെല്ലാം, ഈ ഫുട്ബോൾ പ്രേമികളോടെല്ലാം ഈ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുമ്പോഴെല്ലാം അവർ പറയുന്ന ഒരു കാര്യം, അവർ യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെ, യാതൊരുവിധ ലാഭവും അവർക്ക് ലഭിക്കാതെ ഇത്തരത്തിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, ഈ ഒരു വികാരം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രം ഇത്തരത്തിൽ, അതായത് ഈ നാട്ടുമ്പുറത്തെ കൂട്ടായ്മകൾ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഫുട്ബോൾ വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നു, ഇത്തരത്തിൽ പൊതുപ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ യാതൊരുവിധ ലാഭേച്ഛയും ഇവർ കൊയ്യുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഈ അതായത് വലിയ പ്രതിസന്ധികൾക്കൊടുവിലാണ് Z5 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഈ വേൾഡ് കപ്പിന്റെ സംരക്ഷണം ഇന്ത്യയിൽ നേടിയെടുക്കുന്നത്. അങ്ങനെ കേരളത്തിലും മാഹിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ജെബി മേത്തറുടെ സഹോദരൻ ആയിട്ടുള്ള ഷാഫി മേത്തറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഈഗിൾ FC എന്ന് പറയുന്ന ക്ലബ്ബാണ് അതിന്റെ അതായത് ഈ പൊതുപ്രദർശനത്തിനുള്ള അനുമതി നേടിയിട്ടുള്ളതും. എന്നാൽ ഇത്തരത്തിൽ ഈ പൊതുപ്രദർശനങ്ങൾ നടക്കുന്നത് ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ലഭിക്കുന്നതിൻ്റെ ഒരു വെല്ലുവിളിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ അതായത് ഈ പൊതുപ്രദർശനങ്ങളെ തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കവുമായി മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ വി കെ സനോജ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ അതുപോലെ SFIയുടെ സംസ്ഥാന നേതൃത്വവും അടക്കമെല്ലാം ഇക്കാര്യത്തിൽ പറയുന്നത് ഇതെല്ലാം ഈ ഫുട്ബോൾ ആരാധകരെ മറയാക്കി ഒരു കൊള്ളലാഭം കൊയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇതിനെ ഏത് വിധേനയും തടയുമെന്നുള്ളതാണ്. കൂടാതെ ഡിവൈഎഫ്ഐയുടെ SFIയുടെ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള യൂണിറ്റ് കമ്മിറ്റികളിലും ബൂത്ത് കമ്മിറ്റികളിലുമെല്ലാം പൊതുപ്രദർശനങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യങ്ങളടക്കമെല്ലാം ഡിവൈഎഫ്ഐയും SFIയും പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ആരാധകരെല്ലാം വലിയ നിരാശയിലാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ തീരുമാനങ്ങൾ, ഈ കരിനിയമങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് മാറണമെന്നുള്ളതാണ് ഈ ആരാധകരും നമ്മളോട് പറയുന്ന കാര്യം. സോന, ശരി. മുബാറക്കാണ് കോഴിക്കോട് നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.